മലയാള സിനിമയിലെ സർവ്വകാല റെക്കോർഡുകളുമായി മുന്നേറുന്ന എമ്പുരാന്റെ സക്സസ് ടീസർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ ഇന്നേ ദിവസം എത്തിയിരിക്കുകയാണ്. 1.5 മിനിറ്റ് താഴെയുള്ള ടീസറിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. സിനിമയിലെ പല സർപ്രൈസ് സീനുകളും പുതിയ ടീസറിലുണ്ട്. ഈ സീനുകളുടെ കട്ടുകളെ കുറിച്ചാണ് പ്രേക്ഷകർ അതിശയകരമായ വാക്കുകൾ പറയുന്നതും. റിക്യൂണിന്റെ ഷെൻട്രയാഡ് നേതാവ് ഷെല്ലോങ് ഷെനും സ്റ്റീഫൻ നെടുമ്പള്ളിയായി എത്തിയ പ്രണവ് മോഹൻലാലും എല്ലാം പുതിയ ടീസറിന്റെ ഭാഗമാണ്. ടീസറിന്റെ പശ്ചാത്തല സംഗീതത്തിന് ദീപക് ദേവിന് പ്രത്യേക അഭിനന്ദനവും ലഭിക്കുന്നുണ്ട്. മൂന്നാം ഭാഗം കാണാൻ കൗതുകമുണ്ടാക്കുന്നതാണ് സക്സസ് ടീസർ എന്ന് ചിലർ അഭിപ്രായപ്പെടുത്തതുമുണ്ട്. അതേസമയം മാർച്ച് 27 റിലീസ് ചെയ്ത എമ്പുരാൻ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷനാണ് സ്വന്തം പേരിലാക്കിയത്. മികച്ച പ്രതികരണം നേടിയ സിനിമ വിഷു റിലീസുകൾക്കിടയിലും തിയേറ്ററിൽ ആളെ നിറയ്ക്കുന്നുണ്ട്. 30 ദിവസങ്ങൾ കൊണ്ട് 325 കോടി എമ്പുരാന്റെ ആഗോള ബിസിനസ് നേട്ടം. ഇതിൽ തിയേറ്ററിൽ നിന്നുള്ള കളക്ഷനും സിനിമയുടെ മറ്റ് ബിസിനസ് റൈറ്റ്സുകളും ഉൾപ്പെടും. മലയാള സിനിമയുടെ ആദ്യ 300 കോടി നേട്ടം കൂടിയാകുകയാണ് ഇതോടെ എമ്പുരാൻ. 266.45 കോടിയാണ് എമ്പുരാന്റെ ആഗോള കളക്ഷൻ എന്നാണ് സാക്നിക്കിന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 105.43 കോടി ഇന്ത്യയിൽ നിന്നും നെറ്റ് കളക്ഷൻ സ്വന്തമാക്കിയ സിനിമയുടെ ഗ്രോസ് കളക്ഷൻ 124.40 കോടിയാണ്. ചിത്രം ഓവർസീസിൽ നിന്നും 142.05 കോടി വാരിക്കൂട്ടിയെന്നും സാക്നിക്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഏപ്രിൽ 24 എമ്പുരാൻ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ ഭാഷകളാണ് ചിത്രം സ്ട്രീം ചെയ്യാൻ ഒരുങ്ങുന്നത്. എന്നാൽ ഹിന്ദിയിൽ എമ്പുരാൻ വരുന്നില്ല എന്നതുകൂടി കൗതുകമാകുന്നു. സിനിമയിലുണ്ടായ പ്രശ്നങ്ങളാണ് ഹിന്ദി മാറ്റി നിർത്തിയത് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഡിജിറ്റൽ റൈറ്റ്സിന് ഒരു കൺഫർമേഷൻ കിട്ടിയ രീതി തന്നെയാണ് ഇന്നേ ദിവസം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഫുൾ ബിസിനസ് റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. 325 കോടി തിയേറ്ററിക്കൽ ബിസിനസ് റൈറ്റ്സിലൂടെ കിട്ടി എന്ന് പറയുമ്പോൾ എമ്പുരാന് 60 കോടിക്ക് മുകളിലുള്ള ഡിജിറ്റൽ റൈറ്റ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. മരക്കാരന് 53.5 കോടിയുടെ റൈറ്റ്സ് ലഭിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ആവേശത്തിന് 52 കോടിയുടെ ഡിജിറ്റൽ റൈറ്റ്സും ദൃശ്യം 2-ന് OTT റിലീസായി മാത്രം 51 കോടി ലഭിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. മിന്നൽ മുരളിക്കും 50 കോടിക്ക് മുകളിലുള്ള OTT റിലീസ് റൈറ്റ്സ് ലഭിച്ചിരുന്നു. കിങ് ഓഫ് കൊത്തയ്ക്ക് 40 കോടിയുടെ ഡിജിറ്റൽ റൈറ്റ്സ് ആണ് ലഭിച്ചത്. ഇങ്ങനെയാണ് ഏറ്റവും ഹയസ്റ്റ് മലയാളം ഡിജിറ്റൽ റൈറ്റ്സുകൾ ലഭിച്ച സിനിമകളുടെ ലിസ്റ്റ് പോകുന്നത്. എന്തായാലും എമ്പുരാൻ തന്നെയാണ് ഓൾ ടൈം റെക്കോർഡ് ഇപ്പോൾ കീപ്പ് ചെയ്തിരിക്കുന്നതും. ഒരു വലിയ പോസിറ്റീവ് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ ഈ സംഖ്യ ഒന്നുകൂടി വലുതായേനെ. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെയും സിനിമ കാണാനിരിക്കുന്ന പ്രേക്ഷകരെയും ആകാംക്ഷയിൽ ആക്കുന്നത് L3 എന്ന സിനിമ തന്നെയാണ്. വരാൻ പോകുന്ന L3ക്ക് വേണ്ടിയുള്ള ആകാംക്ഷ ഇപ്പോഴേ കൂടിക്കഴിഞ്ഞു പ്രേക്ഷകർക്കിടയിൽ. അതുപോലെ തന്നെ അത് ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. അവർക്ക് കൂടുതൽ ഊർജ്ജം നൽകുന്നതാണ് ഈ ചിത്രത്തിന്റെ ബിസിനസ്സും. 325 കോടി ലഭിച്ചപ്പോൾ L3 വലിയ ക്യാൻവാസിൽ മികച്ച രീതിയിൽ വരാനുള്ള സാധ്യത പറഞ്ഞു വെക്കുന്നു. കൂടാതെ ഇതുവരെ വരാത്ത പുതിയ ക്യാരക്ടറുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതിൽ തന്നെ പ്രണവ് മോഹൻലാലിനെ കാണാനുള്ള ആകാംക്ഷ. മോഹൻലാൽ അവതരിപ്പിക്കുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ അബ്രഹാം ഖുറേഷിയുടെ ചെറുപ്പകാലമാണ് പ്രണവ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ക്ലൈമാക്സിൽ ആരാധകരെ ഞെട്ടിപ്പിച്ച എൻട്രി ആയിരുന്നു പ്രണവിന്റേത്. നടന്റെ കൂടുതൽ പ്രകടനം സിനിമയുടെ 3-ാം ഭാഗത്തിലാകും കാണാൻ കഴിയുക. ഇപ്പോഴത്തെ പ്രണവിന്റെ യങ് സ്റ്റീഫൻ ആകുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നത്. ക്ലൈമാക്സിൽ പ്രണവിന്റെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനായി മേക്കപ്പ് ഇടുന്ന വീഡിയോയ്ക്ക് കാണികൾ ഏറെയാണിപ്പോൾ.